എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു അയാം കാതലൻ. നസ്ലിൻ ഒരു ഹാക്കറായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേമലു സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായതുകൊണ്ട് നല്ലൊരു ഹൈപ്പ് സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഈ ക്രിസ്മസിനായിരിക്കും കാതലൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്രയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. ബേസിലും നസ്രയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. 10 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കുന്നത് ഡിസംബർ 2nd വീക്കിൽ സൂക്ഷ്മദർശിനി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ടാകും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായൊരു സിനിമയായിരുന്നു പണി. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ജോജു ജോർജിൻ്റെ ആദ്യത്തെ സംവിധാന സിനിമയായിരുന്നു പണി. അതുപോലെ നായകനും ജോജു തന്നെയായിരുന്നു. അതുകൊണ്ട് സിനിമയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം മാസ് നിറഞ്ഞ സിനിമയായിരുന്നു പണി എന്ന ചിത്രം. സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഏറ്റവും കൂടുതൽ മനോഹരമായത്. ഇപ്പോഴിതാ പണി എന്ന സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് പണി സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റും. ഈ സിനിമ ഡിസംബർ 2nd വീക്കിൽ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 14 പണി എന്ന സിനിമയുടെ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.